ചൈനയും ഇറാനും തമ്മിൽ വാണിജ്യ വ്യവസായ ബന്ധങ്ങളൊക്കെ ഉണ്ട്. ചൈനയെ സംബന്ധിച്ച് ലോകത്തിലെ ഏത് രാജ്യമാണോ അവരുടെ നിന്ന് ചരക്കുകളും സേവനങ്ങളും വാങ്ങുന്നത് അവരുമായിട്ട് ബന്ധത്തിലേർപ്പെടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇറാൻ യാഥാസ്ഥിക ഇസ്ലാമിക കാഴ്ചപ്പാടുള്ള രാജ്യമാണ്. അവർക്ക് ചൈനയുമായിട്ട് ഒരു രീതിയിലും യോജിച്ചു പോകാൻ കഴിയില്ല. കാരണം ചൈന കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്. പക്ഷേ ചൈന അവർക്ക് ഒരുപാട് സഹായങ്ങൾ കൊടുക്കുന്നുണ്ട്. കാരണം ലോകത്തിലെ രണ്ടാമത്തെ സമ്പദ്ഘടനയാണ്. സാങ്കേതികവിദ്യ, മിലിറ്ററി ഗിയർ, ഭക്ഷണം, വസ്ത്രം, വൈദ്യസഹായം ഇതൊക്കെ ചൈനയ്ക്ക് ഇറാന് കൊടുക്കാനായിട്ട് കഴിയും. അതവർ ദീർഘനാളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഞെട്ടിക്കുന്ന വാർത്ത ലോകം കേട്ടത്, ഒരു വിമാനം ചൈനയിൽ നിന്ന് ഇറാനിലേക്ക് ഇറങ്ങി അതിൻ്റെ ട്രാൻസ്പോണ്ടർ ഓഫ് ആയിരുന്നു. അതായത് ട്രാൻസ്പോണ്ടർ ഓൺ ആണെങ്കിൽ മാത്രമേ റഡാറിന് കണ്ടുപിടിക്കാനായിട്ട് പറ്റുകയുള്ളൂ, സാറ്റലൈറ്റിന് സിഗ്നലിൽ അത് കണ്ടുപിടിക്കാനായിട്ട് പറ്റുകയുള്ളൂ. ഇപ്പോൾ ട്രാൻസ്പോണ്ടർ ഓഫായിരിക്കുന്ന സ്ഥിതിക്ക് ആർക്കും ഒന്നും അറിയില്ല. അത് ശരിക്കും പറഞ്ഞാൽ അന്താരാഷ്ട്ര വിമാന നിയമങ്ങൾക്ക് കടകവിരുദ്ധമാണ്. ട്രാൻസ്പോണ്ടർ ഓഫ് ചെയ്തിട്ടൊരു വിമാനം യാത്ര ചെയ്യാനോ എവിടെ പോകാനോ പാടില്ല. പക്ഷേ അപ്രകാരം അവർ ചെയ്തു എന്നുള്ളതാണ് ഇസ്രായേലി ഇൻ്റലിജൻസ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള വിമാനങ്ങൾ ഇറാനിൽ ലാൻഡ് ചെയ്യുമ്പോഴാണ് ഇറാനിൽ ഒരുപാട് പുതിയ പുതിയ സേവനങ്ങളും ഉൽപ്പന്നങ്ങളും അവർക്ക് കിട്ടുന്നത്. ഇനി വേറൊരു സാധ്യത പറയുന്നത്, ഇറാനിലെ നേതാക്കന്മാർ ഇറാനിപ്പോൾ മുഴുവനും തകർത്ത് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ്. ഇറാൻ ഇസ്രായേലിനെ അടിച്ചു എന്നൊക്കെ ചില മാധ്യമങ്ങൾ പറയുന്നുണ്ടെങ്കിൽ തന്നെയും അത് ഇറാനെ പ്രവചിച്ച പോലെ തിരിച്ചവർക്ക് പ്രവചിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. ഇറാനിലെ പ്രമുഖരായിട്ടുള്ള എല്ലാ സൈനിക നേതാക്കന്മാരെയും വധിച്ചു. അവർ റെവല്യൂഷണറി ഗാർഡിൻ്റെ തലപ്പത്തിരിക്കുന്ന നേതാക്കന്മാരെ വധിച്ചു. ടെഹ്റാനിൽ സംഹാര താണ്ഡവം ഇസ്രായേൽ നടത്തി. അവർ എണ്ണപ്പാടങ്ങൾ കത്തിച്ചു, അവരുടെ സാമ്പത്തിക ഉറവകൾ കത്തിച്ചു, അവരുടെ പ്രധാനപ്പെട്ട പത്രസ്ഥാപനങ്ങൾ, അതിന് മെയിൻ ഓഫീസ് കത്തിച്ചു. അവരുടെ അണ്ടർഗ്രൗണ്ട് മിസൈൽ ശേഖരിക്കുന്ന ഖജനാവ് അവിടെയടക്കം മിസൈലുകൾ പതിഞ്ഞു കഴിഞ്ഞു. അവരുടെ ന്യൂക്ലിയർ സ്രോതസ്സ് അടിച്ചിട്ടു. പിന്നെ വേറെ നിവൃത്തിയില്ല, ആ രാജ്യം വിട്ട് രക്ഷപ്പെട്ടു പോകാനേ സാധ്യതയുള്ളൂ, രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ. കാരണം പിടിക്കപ്പെട്ടാൽ മഹാനാണക്കേടാണ്. അതുകൊണ്ട് ചൈനയിലേക്ക് രക്ഷപ്പെടാൻ സാധ്യത ഉണ്ട്. കാരണം അവരുടെ സഖ്യകക്ഷികൾ എവിടെയാണ് ഇരിക്കുന്നത് അവിടേക്ക് രക്ഷപ്പെടാൻ സാധ്യതയുള്ളൂ. ഇപ്പോൾ ഇറാന് സംഭവിക്കാൻ പോകുന്നത് അതാണ്.